സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെയും അതിന്റെ ബ്രാഹ്മണിക് മൂല്യങ്ങളുടെയും ഏറ്റവും മൂർത്ത രൂപമായ അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു ദളിതനെ മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ ജയിക്കുക കൂടി ചെയ്തത്, രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം റദ്ദാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് പിടിച്ചു നിന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവസാനിച്ചു കഴിഞ്ഞു. അതിന് ഇനി മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം ഇപ്പോൾ നമുക്ക് എവിടെയും കേൾക്കാൻ പറ്റില്ല. വാജ്പേയി വേണമെങ്കിൽ അങ്ങനെ ഒരു നേതാവായിട്ട് അവർ അവതരിപ്പിച്ചു. കാരണം അന്ന് ഈ രാഷ്ട്രീയ ധൈര്യം RSSനോ സംഘപരിവാറിനോ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ മോദിയെ അവതരിപ്പിക്കാവുന്ന ഒരു സമൂഹത്തെ പാകപ്പെടുത്തിയെടുത്തതിനു ശേഷമാണ് ഒരു മോദിയെ അവതരിപ്പിച്ചത്. ഇപ്പോ ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യ ഒരു ബഹുസ്വര ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ സമ്മതിദായകർക്ക് മുമ്പിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിലുള്ള പ്രശ്നം. അതല്ലാതെ മറ്റു തരത്തിൽ ഒരു തരത്തിലുള്ള മറ്റെല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെയും ഈ ഒരു ചോദ്യം അപ്രസക്തമാക്കി എന്ന് തന്നെ പറയാം. കാരണം ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നമ്മൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിന്റെ എതിർവശത്താണ് ഇന്ത്യയെ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരുന്ന മോദി സർക്കാരും സംഘപരിവാറും BJPയും കൊണ്ടുവന്നെത്തിച്ചത്. അത് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെയാണ് സംഘപരിവാർ ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ആശയം സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന, സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന, സംഘപരിവാർ രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആശയത്തിന്റെ മൂശകളിലോ ഫർണസിലോ ഉണ്ടായ ഒന്നല്ല. മറിച്ച് അത് വളരെ ബഹുസ്വരമായ ജനാധിപത്യ ധാരകളുടെ സങ്കലനത്തിന്റെ ഭാഗമായാണ് അത് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർ അതിനെ ജോഗ്രഫിക്കലി ഒരു ഭൗമ ദേശീയ അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അതിർത്തികൾ നിശ്ചയിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. ബ്രിട്ടീഷുകാരാണ് അതിനെ ഒരു ജിയോഗ്രഫിക്കലി പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറ്റുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇങ്ങനെ രൂപപ്പെടുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയം രൂപപ്പെടുന്നത് വാസ്തവത്തിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. ഈ ദേശീയ സ്വാതന്ത്ര്യ സമരം മുഴുവൻ നടന്നത് അന്ന് അതിനുവേണ്ടി ഉണ്ടാക്കിയെടുത്ത ദേശീയത എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിന്റെ ഭാഗമായാകാം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യയെ ഒട്ടാകെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളുടെ, ജനങ്ങളുടെ ജീവിത ശൈലികൾ, ജീവിത രീതികളുടെ ഒക്കെ കൊടുക്കൽ വാങ്ങലുകളുടെയും ചാർച്ചകളുടെയും ചേർച്ചകളുടെയും ഒക്കെ ഭാഗമായി രൂപപ്പെട്ട ഒരു പാരസ്പര്യം ഉണ്ടാകാം. ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് ദേശീയ സ്വാതന്ത്ര്യ സമരം ഒറ്റക്കെട്ടായ ഒരു മുന്നേറ്റമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കൊളോണിയൽ സാമ്രാജ്യ വിരുദ്ധ സമരമായിട്ട് രൂപപ്പെടുന്നത്. അങ്ങനെ കൊളോണിയൽ സാമ്രാജ്യ വിരുദ്ധ സമരമായിട്ട് ഇത് രൂപപ്പെടുമ്പോഴും അതിനുള്ളിൽ നിരവധിയായ ബഹുസ്വരതയിൽ അടിസ്ഥാനമായ നിരവധിയായ ധാരകൾക്ക്, നിരവധിയായ വൈരുദ്ധ്യങ്ങൾക്ക് ഒക്കെ ഇടമുള്ള ഒന്നായിരുന്നു ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരവും. തീർച്ചയായും നമ്മളുടെ മുന്നിലുള്ള രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഒട്ടാകെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും, എല്ലാ ഭൂപ്രദേശങ്ങൾക്കും ഏതാണ്ട് ഒരുപോലെ തന്നെ അനുഭവവേദ്യമായ, എല്ലാവരെയും ഒരുപോലെ ആക്രമിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ രാജ്യം എന്നുള്ളതായതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു സമരത്തിന് ഒരു രൂപം കൈവരികയും അതിലൊരു ഏകോപനം ഉണ്ടാവുകയും അതിന് നേതൃത്വം ഒരു ഏകോപിതമായും ആസൂത്രിതമായും പ്രവർത്തിക്കുകയും അതിന് രാജ്യത്തൊട്ടാകെ ഗാന്ധിയെ പോലെ, നെഹ്റുവിനെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കൾ ഉയർന്നു വരികയും ഒക്കെ ഉണ്ടായത് അത് ബ്രിട്ടീഷ് കൊളോണിയൽ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു സമരമായതുകൊണ്ടാണ്. അത് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള ചൂഷണവും അടിച്ചമർത്തലും നടത്തുന്ന ഒരു അധിനിവേശ വൈദേശിക സാമ്രാജ്യ ശക്തിയായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇത്തരത്തിൽ ഉള്ള ഒരു ഐക്യം നിലനിർത്തുന്നതിന് ഇന്ത്യ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുണ്ടായുള്ള ഈ ബഹുസ്വരതകളെയും വൈവിധ്യങ്ങളെയും എല്ലാം ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു പരിധിവരെ ഉൾക്കൊണ്ടതിന്റെ ഭാഗമാണ് നാം അതിനുശേഷം കാണുന്ന ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോഴും വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാകുന്നതും ഇന്ന് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അതിന്റെ പൂർണ്ണമായ രൂപം കൈവരിക്കുന്നത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നതോടുകൂടിയാണ്. നമുക്കറിയാം, ഇന്ത്യ രൂപം കൊണ്ടതിന് ശേഷം
1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യയിൽ പിന്നീട് ആദ്യത്തെ 50-51 പൊതു തെരഞ്ഞെടുപ്പ് വന്ന കേന്ദ്ര സർക്കാർ ഉണ്ടാകുന്നു. അതിനൊക്കെ അപ്പോഴും പിന്നീട് ഉണ്ടാകുന്ന ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു 5-6 കൊല്ലം പോലും ഈ വിശാല ദേശീയയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഐക്യത്തെ നമുക്ക് നിലനിർത്താനായില്ല. അതൊരു മോശം കാര്യമല്ല, അങ്ങനെ നിലനിർത്താനായില്ല എന്നുള്ളത്. കാരണം അത്തരം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാകണം നമ്മൾ എന്നുള്ള രാഷ്ട്രീയ ആവശ്യം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വരികയും നമുക്കറിയാവുന്നതുപോലെ ആന്ധ്രാപ്രദേശിൽ വിശാലാന്ധ്രയ്ക്ക് വേണ്ടി സമരം നടത്തി പൂറ്റി ശ്രീരാമലു എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും ഒക്കെ ആൾ 52 ദിവസത്തോളം സമരം നിരാഹാര സത്യാഗ്രഹം കിടന്ന് മരിച്ചതിനെ തുടർന്ന് വലിയ കലാപങ്ങൾ അവിടെ ഉണ്ടാവുകയും തുടർന്നാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുള്ള ചെറിയ വിമുഖതകളെ ഇല്ലാതാക്കിക്കൊണ്ട് സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് ആ ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊള്ളുകയും ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെയും ഭാഗമായുണ്ടായ ഒരു തരത്തിലുള്ള ആധുനിക രാഷ്ട്രീയ ദേശീയതയ്ക്കൊപ്പം തന്നെ ഇന്ത്യയിലെ നാനാവിധമായ ഉപദേശീയതകളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമായാണ് ഇന്ത്യ രൂപം കൊണ്ടതും ഇന്ത്യ മുന്നോട്ട് പോയതും. ഇതിനെയെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിൽ വളരെ ഏകശിലാരൂപത്തിലുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അടിച്ചേൽപ്പിക്കുന്നതിനാണ് BJP ശ്രമിച്ചത്. അതുകൊണ്ടാണ് BJP 10 കൊല്ലത്തോളം തുടർച്ചയായി BJP ഭരിക്കുമ്പോഴേക്കും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഈ അരക്ഷിതാവസ്ഥ, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ബംഗാൾ അടക്കമുള്ള ഭാഗങ്ങളിലോ ഒക്കെ വളരെ അധികമായി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് BJPക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ എതിർപ്പുണ്ടാകുന്നത് ഇത്തരത്തിൽ BJPയുടെ ഈ ഹിന്ദി ദേശീയതയുടെ രഥയാത്രയെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ഏറ്റവും വലിയ എതിർപ്പുണ്ടാകുന്നത് ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ആകുന്നത് ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയായതുകൊണ്ടാണ്. മറ്റൊന്ന്, അങ്ങനെയാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ മോദിയുടെ ഗോദി മീഡിയയും ഇവിടുത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങളും അവരുടെ വമ്പൻ പ്രചാരണ സംവിധാനങ്ങളും എല്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് യാതൊരു തരത്തിലുള്ള പ്രതിപക്ഷ എതിർപ്പുമില്ലാതെ, പ്രതിഷേധങ്ങൾക്കിടമില്ലാതെ, അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന ചില ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളല്ലാതെ യാതൊരു തരത്തിലുള്ള എതിർപ്പും നേരിടാതെ മോദി ഏതാണ്ട് 400 സീറ്റ് നേടാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരം വമ്പൻ വാചകമടികളുടെ അടുത്തെങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, BJPക്ക് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞ തവണത്തെ 303 സീറ്റ് എന്നുള്ളതിൽ നിന്നും 240 വീണിരിക്കുകയാണ് BJP. ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നത്, ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 240 വീണ BJPയുടെ ഈ പതനത്തെ നോക്കിക്കഴിഞ്ഞാൽ അവർ സർക്കാരുണ്ടാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് കേവലമായി കുറച്ച് സീറ്റുകൾ കുറഞ്ഞത് മാത്രമല്ല, ഇത് ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അതിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലകളിൽ ഒന്നായി അവർ മാറ്റിക്കൊണ്ടിരുന്ന, ഗുജറാത്തിന് ശേഷം വളരെ കൃത്യമായി, ഗുജറാത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്, വളരെ കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ആയുധപ്പുരയും സൈനിക താവളവുമായി മാറ്റുന്നു എന്നവർ അതിനുവേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ 62 സീറ്റും അതിനു മുൻപ് 71 സീറ്റ് നേടിയ ഒരു സംസ്ഥാനത്ത് ഇത്തവണ മൊത്തം സീറ്റുകളുടെ പകുതി പോലും നേടാനാകാത്ത വിധത്തിലേക്ക് BJP അവിടെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇത് നോക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് മുസ്ലിങ്ങളെ ആഭ്യന്തര ശത്രുക്കളായിട്ടും മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്ന രീതി ഉണ്ടായിട്ടും മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പിന്റെയും ഹിംസയുടെയും അധമമായ ജനാധിപത്യ വിരുദ്ധതയുടെയും ഒക്കെ വാചാടവങ്ങളും വിഷപ്രസംഗങ്ങളും നടത്തിയിട്ടും ഒക്കെ ഇരുന്ന യോഗി ആദിത്യനാഥും മോദിയും ഒക്കെ അത് ഏറ്റവും അധികം പരീക്ഷിച്ച ഉത്തർപ്രദേശിൽ ഇതേ മുസ്ലിങ്ങളെ കൂടെ നിർത്തുകയും മുസ്ലിങ്ങൾ അടക്കമുള്ള പിന്നാക്ക ജാതിക്കാരും മുസ്ലിങ്ങളുമേ അടക്കമുള്ള ഒരു രാഷ്ട്രീയ സംവിധാനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്ത അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിക്കും അവരുടെ ഒപ്പമുള്ള കോൺഗ്രസിനും വോട്ട് ചെയ്യാൻ ജനം തയ്യാറായി എന്നുള്ളത് BJPയുടെ ഈ കടുത്ത ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അതിന്റെ
ഒരു രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിന് വേണ്ടി അവർ നിർമ്മിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്ന് അങ്ങനെ രൂപപ്പെട്ടില്ല എന്നുള്ളതാണ്. അതായത് ഹിന്ദുവായി ജനിച്ചാൽ, ഹിന്ദുവാണ് നിങ്ങളെങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങളുടെ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണെന്നും, നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെതാണെന്നും, നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് മുസ്ലിം ആണെന്നുമുള്ള ഒരു നിർമ്മിതിയെ UP-യിലെ ഇന്നലെ വരെ BJPക്ക് വോട്ട് ചെയ്ത, നാളെയും ചെയ്യില്ല എന്നല്ല, ഇന്നലെ വരെ BJPക്ക് വോട്ട് ചെയ്ത മനുഷ്യർ യാതൊരു മടിയും കൂടാതെ മുസ്ലിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ച് അത്ര വലിയൊരു ഷോക്ക് ഉണ്ടാക്കുകയും അവരില്ലാതായി പോകുമെന്നൊന്നും നമ്മൾ കരുതണ്ട സംഘപരിവാറിനെ സംബന്ധിച്ച്. കാരണം ഒരു നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിൽ ആണ്ടിറങ്ങുകയും വളരെ സൂക്ഷ്മ കോശങ്ങളിലടക്കം ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ നാനാവിധ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തവരാണ് RSS അല്ലെങ്കിൽ സംഘപരിവാർ. അത് നേരിട്ടുള്ള രാഷ്ട്രീയ അധികാരം ഇല്ലെങ്കിലും അവരത് ചെയ്യും. നിങ്ങൾക്ക് മറ്റൊന്നുമില്ല മഴക്കാലത്ത് ചെയ്യാനെങ്കിൽ നിങ്ങൾ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുകയെന്നും, കർക്കടകം ഒരു രാമായണ മാസമാണെന്നും, പിന്നീട് രാമായണത്തിൽ രാമന് വേണ്ടിയിട്ടുള്ള പാർട്ടി ഞങ്ങളാണെന്നും പറയുന്നത് സംഘപരിവാറാണ്. അത് ആദ്യം രാമായണം വായിക്കുമ്പോൾ ഞങ്ങൾ രാമന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടല്ല അവര് കർക്കടകത്തെ രാമായണ മാസമാക്കുന്നത്. അത് ഒരു സാധാരണ മട്ടിലുള്ള ഒരു ഭക്തി പരിപാടിയായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഒരു സാമൂഹ്യ ശരീരത്തിൽ, ഇന്ത്യയുടെ സാമൂഹ്യ ശരീരത്തിൽ സംഘപരിവാർ ഇറക്കിയ വിഷത്തിന്റെയോ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പല രീതിയിലുള്ള പ്രയോഗങ്ങളുടെയോ ഒക്കെ ആഘാതത്തെ ഇന്ത്യ മറികടക്കണമെങ്കിൽ അത് എത്രയോ പതിറ്റാണ്ടുകൾ സഞ്ചരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വലിയ വിഷയമാണ്. പക്ഷേ ഈ നേരിട്ടുള്ള രാഷ്ട്രീയ അധികാരം പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ സംഘപരിവാറോ RSS വളരെ പെട്ടെന്ന് അൺസിറ്റിലായി പോകുന്നില്ല. അത് അസാധ്യമായ തരത്തിൽ, നമ്മളെ അമ്പരിപ്പിക്കുന്ന തരത്തിൽ അതിജീവന ശേഷിയുള്ള ഒരു വിഷസർപ്പമാണ്, ഒരുപാട് തരങ്ങളുള്ള ഒരു വിഷസർപ്പമാണ് ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയവും അതിന്റെ സംഘടനാ രൂപങ്ങളും. എന്നാൽ അതിനെ ഉലയ്ക്കുന്നത്, അതിനെ ഇളക്കുന്നത് അവർ ഇത്തരത്തിൽ തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ ശ്രമിച്ച ജനസമൂഹങ്ങൾ അവരിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള പ്രശ്നമാണ്. അത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടക്കുമ്പോൾ അതിൽ തങ്ങളുടെ സൈനികരാകും എന്നവർ പ്രതീക്ഷിച്ച ആളുകൾ മറുവശത്ത് പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടെ ഉറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പരാജയം ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുക എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അയോധ്യ, ഈ രാമക്ഷേത്രം എന്ന് പറയുന്ന വലിയ നാടകം നടത്തിയ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ അതൊരു ജനറൽ സീറ്റാണ്. അത്തരം ഒരു ജനറൽ സീറ്റിൽ അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ ഒരു ദളിത് നേതാവിനെ നിർത്തിയിട്ടാണ് സമാജ്വാദി പാർട്ടി ആ സീറ്റിൽ മത്സരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ പാർട്ടികളടക്കം ഒരു ജനറൽ സീറ്റിൽ ഒരു ദളിതനെ നിർത്താൻ മടിക്കുന്നിടത്താണ് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെയും അതിന്റെ ബ്രാഹ്മണിക് മൂല്യങ്ങളുടെയും ഏറ്റവും മൂർത്ത രൂപമായ അയോധ്യയിലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു ദളിതനെ മത്സരിപ്പിച്ചുകൊണ്ട് അവിടെ ജയിക്കുക കൂടി ചെയ്തത് എന്ന് പറയണം. വലിയൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് അവിടെ എത്തിവെച്ചത് എന്നെനിക്ക് തോന്നുന്നു. അത് ചെറിയ കാര്യമില്ല. അയാളോട് ജയിച്ചു എന്നുള്ളതും ഒട്ടും ചെറിയ കാര്യമില്ല. അങ്ങനെ ഇതാണ് BJPയെ അലോസരപ്പെടുത്തുന്ന, സംഘപരിവാറിനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു വിഷയം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെ മാത്രമല്ല ദളിതരുടെ കൂടി വലിയ തോതിലുള്ള വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് BSPയുടെ പക്കൽ നിന്നുള്ള വോട്ടുകൾ, ഈ BSP വോട്ടുകളിൽ അധികവും ജാത്വ വോട്ടുകളാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിലെ ജാത്വ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ടുകളാണ് BSPയുടെ വലിയൊരു വോട്ട് ബാങ്ക്. ബാക്കി ദളിതരും BSPക്ക് വോട്ട് ചെയ്തിരുന്നു ഒരു പരിധിവരെ. എന്നാൽ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാത്വ അല്ലാത്ത ഷെഡ്യൂൾഡ് കാസ്റ്റ് വോട്ടുകൾ മറ്റ് പാർട്ടികൾക്ക്, എസ്പെഷ്യലി BJPക്ക് പോകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആ ജാത്വ വോട്ടുകൾ പോലും BJPക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും BSPക്ക് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു 9% വോട്ടോ മറ്റോ ആണ് അവർക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 15-20% ഫിക്സഡ് വോട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് UP-യിൽ BSP ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് അവരിങ്ങോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ദളിത് വോട്ടുകളുടെ BJPയിലേക്കുള്ള ഒഴുക്ക് വടക്കേ ഇന്ത്യയിൽ ഒന്ന് കുറയുന്നു എന്നുള്ളതാണ് ഈ
ഉത്തർപ്രദേശിലെ വോട്ടിംഗ് പാറ്റേൺ നമ്മളെ തോന്നിപ്പിക്കുന്നത്. ഇത് എല്ലായിടത്തും ഒരുപോലെ നടന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉത്തർപ്രദേശ് വലിയൊരു സൂചനയാണ്. കാരണം BJP ഏറ്റവും അധികം, സംഘപരിവാർ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്നുള്ളത് കൊണ്ട്. മറ്റൊന്ന്, ഈ ഇലക്ഷനിൽ സംഭവിച്ച പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ അതിന്റെ വൈവിധ്യങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇന്ത്യ അതിന്റെ മുന്നണി രാഷ്ട്രീയത്തെ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏകകക്ഷി ഭരണത്തിന്റെ വലിയൊരു കാലഘട്ടം, നിരവധി പതിറ്റാണ്ടുകൾ നീണ്ട കോൺഗ്രസിന്റെ അധികാര കുത്തകയും ഏകകക്ഷി ഭരണവും അവസാനിപ്പിച്ചുകൊണ്ട് 80കളുടെ അവസാനത്തിലാണ്, അതിന്റെ ഇടയ്ക്ക് വന്ന അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന ആ ഒരു സർക്കാരിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 80കളുടെ അവസാനത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾ വലിയ ഒരു ശക്തിയായി ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത്. അന്നേക്ക് അതിന് ആക്കം കൂട്ടിയത് കോൺഗ്രസിന്റെ വീഴ്ചയാണ്. ഒരു ഏകകക്ഷി സർക്കാർ ഉണ്ടാക്കി കേന്ദ്രം ഭരിക്കുന്ന രീതിയിലുള്ള ശക്തിയിൽ നിന്നും കോൺഗ്രസ് താഴേക്ക് പോരുകയും അതിന് പിന്നീട് ഒരിക്കലും അതിന് സാധിക്കാത്ത വിധത്തിൽ അത് ദുർബലമാവുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് 80കളുടെ അവസാനം ആദ്യം VP സിംഗിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ, പിന്നീട് പലവിധ യുണൈറ്റഡ് ഫ്രണ്ട് പോലുള്ള അത്തരത്തിലുള്ള മുന്നണി സർക്കാരുകൾ രൂപപ്പെടുന്നത്. പിന്നീട് വന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നണി സർക്കാരായിരുന്നു. അങ്ങനെയാണ് NDA സർക്കാർ ഉണ്ടാവുന്നത്. പിന്നീട് UPA സർക്കാർ വരുന്നു. 2014ലും 19ലുമാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വളരെ കാലത്തിന് ശേഷം ഒരു കക്ഷി ഏകകക്ഷി സർക്കാർ ഉണ്ടാക്കുന്നത്. അത് കേവല ഭൂരിപക്ഷം ഒറ്റ കക്ഷിക്ക് നേടിയിട്ടുള്ള തരത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കുന്നത്. അത് ഇത്തരത്തിലുള്ള ഒരു വർഗീയ ഫാഷിസ്റ്റ് സംഘടനയായതോട് തന്നെ ഇന്ത്യയുടെ ഘടനയെ മാറ്റുന്നതിനുള്ള, നേരത്തെ പറഞ്ഞ ഇന്ത്യ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്നതിനും അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ഈ മതേതര ജനാധിപത്യ ഘടനയെയും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വക്രീകരിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളും അവര് തുടങ്ങിയെന്നുള്ളതാണ്. ഇതിനെ തടയിടാവുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം NDAയിൽ പോലും കേവല ഭൂരിപക്ഷം കിട്ടാത്ത BJPക്ക് ഇപ്പോൾ ആശ്രയിക്കേണ്ടി വരുന്നത് TDPയെയും JDUവിനെയുമാണ്. അവസരവാദ രാഷ്ട്രീയ കക്ഷികളാണ്. ഏത് സമയത്ത് ഏത് മുന്നണിയിലേക്ക് വേണമെങ്കിൽ മാറാൻ യാതൊരു മടിയുമില്ലാത്തവരാണ്. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയോ മതേതരത്വത്തോട് പോലും വേണ്ട പ്രതിബദ്ധതയോ ഒന്നുമില്ലാത്ത ആളുകളാണ് ഈ പാർട്ടികളൊക്കെ. പക്ഷെ അപ്പോഴും അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലല്ല. അവരുടെ പാർട്ടിയുടെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലല്ല. അത് ഏതാണ്ട് 16% മുസ്ലിങ്ങളുള്ള ബീഹാറിലും 9% മുസ്ലിങ്ങളുള്ള ആന്ധ്രാപ്രദേശിലും ഒന്നും മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് TDPക്കോ JDUവിനോ നിലനിൽക്കാനാവില്ല. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടികളല്ല അവർ. ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ആളുകൾ BJPയോടൊപ്പമാണ് പോകുന്നത്. അപ്പൊ ഇവർക്ക് നിലനിൽക്കണമെങ്കിൽ കുറച്ചുകൂടി വിശാലമായ ഒരു സമൂഹത്തിന്റെ പിൻബലം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി BJPക്ക് തങ്ങളുടെ വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള ചില അജണ്ടകൾ മാറ്റിവെക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഇതത്ര മോശം കാര്യമല്ല. ഇത് വളരെ ബോധപൂർവം TDPയും JDUവും ഉണ്ടാക്കുമെന്നല്ല, അത് അവരുടെ നിലനിൽപ്പിനുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടി വരും. ഈ മറുവശത്ത് ഇന്ത്യ മുന്നണിയെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാദേശിക കക്ഷികൾ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു മുന്നണി ആണ് എന്ന് മാത്രമല്ല, ഈ കക്ഷികൾക്കെല്ലാം പാർലമെന്റിൽ വളരെ കൃത്യമായിട്ടുള്ള വലിയ പ്രാതിനിധ്യമുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയാണ്, പിന്നെ TMC ആണ്, പിന്നെ DMK ആണ്. അതുപോലെ മറ്റു കക്ഷികൾക്കും സാമാന്യമായിട്ടുള്ള പ്രാതിനിധ്യമുള്ള ഒരു മുന്നണി എന്ന് പറയുമ്പോൾ ഒപ്പം കോൺഗ്രസിന്റെ പ്രാതിനിധ്യത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളിൽ വലിയൊരു വിഭാഗം ഈ മുന്നണികൾക്കൊപ്പം നിന്ന് മത്സരിച്ച് കിട്ടിയ സീറ്റുകൾ കൂടിയാണ്. ഇപ്പോ തമിഴ്നാട്ടിൽ നിന്ന്, കേരളത്തിൽ മുന്നണിയാണല്ലോ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. കേരളത്തിൽ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടിയ 6 സീറ്റ്. കോൺഗ്രസ് 99 സീറ്റിലേക്ക് എത്തുന്നത് തന്നെ ഈ മുന്നണി സംവിധാനത്തിന്റെ ഭാഗം കൂടിയായാണ്. അപ്പോ ഇത്തരത്തിൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും ഇന്ത്യയുടെ ജനാധിപത്യ ബഹുസ്വരതയെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പാർലമെന്റ് ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഒപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷാംഗങ്ങളെ 2-3 ദിവസം കൊണ്ട് ഒറ്റയടിക്ക് പുറത്താക്കിയ ഒരു പാർലമെന്റ് നടത്തിപ്പിന്റെ ചരിത്രം നമ്മുടെ ഓർമ്മകളിലുണ്ട്. അത് ആവർത്തിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായേക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്.
ഒപ്പം തന്നെ ഒരു മുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, എസ്പെഷ്യലി സുപ്രീം കോടതിയെ പോലുള്ള സ്ഥാപനങ്ങളെല്ലാം BJPയുടെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടിലിഴയാനുള്ള ഒരു പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. BJPക്ക് ആവശ്യമുള്ള ജഡ്ജ്മെന്റുകൾ എഴുതി കൊടുക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പലപ്പോഴും അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, എപ്പോഴാണോ സുശക്തമായ ഒരു കേന്ദ്ര സർക്കാർ ഇല്ലാത്തത്, സുശക്തം എന്നുള്ളത് പറഞ്ഞാൽ ഒരു ഏകകക്ഷി സർക്കാർ, രാഷ്ട്രീയമായി എല്ലാ രീതിയിലും മറ്റാരെയും ആശ്രയിക്കേണ്ടാത്ത രീതിയിലുള്ള ഒരു സർക്കാർ ഇല്ലാത്തത്, അത്തരം ഘട്ടങ്ങളിൽ ഇത്തരം ജനാധിപത്യ സ്ഥാപനങ്ങൾ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴും അത്ര മോശം കാര്യമല്ല. അത് ആ സ്ഥാപനങ്ങളുടെ ഭരണഘടനാനുസൃതവും ജനാധിപത്യപരവുമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രയോഗമായി മാറുക എന്നുള്ള ഗുണപരമായ ഒരു കാര്യം സംഭവിച്ചാൽ അത് ജനാധിപത്യത്തിന് മെച്ചപ്പെട്ട ഒരു സംഭാവനയായി മാറും. അതിനുള്ള ചെറിയ സാധ്യത, അതായത് സുപ്രീം കോടതിയൊക്കെ വലിയ തോതിൽ പിന്തിരിപ്പൻ സ്വഭാവത്തിലേക്ക് പോകുന്നതിൽ നിന്നും അതിനെ ഒന്ന് തടയിടാനുള്ള ഒരു ചെറിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെയും പ്രാദേശിക കക്ഷികൾ അടക്കം ഉൾക്കൊള്ളുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമായ അവരുടെ സാന്നിധ്യത്തിന്റെയും ഭാഗമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വേറൊരു രീതിയിൽ നമ്മൾ നോക്കിയാൽ മറ്റു ചില ഉയർച്ചകൾ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഒന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉണ്ടാക്കിയ ഒരു നേട്ടമാണ്. അത് കാണാതിരിക്കാനാവില്ല. അത് കോൺഗ്രസ് ആ നേട്ടമുണ്ടാക്കിയതിന്റെ കാരണം എന്ന് പറയുന്നത്, എത്രയോ കാലം അധികാരത്തിലിരുന്ന ഒരു ഭരണവർഗ പാർട്ടി എന്നുള്ള നിലയിൽ അതിനുമേലുണ്ടായിരുന്ന അധികാര സൗഭാഗ്യങ്ങളുടെയും ദുരധികാരത്തിന്റെയും ജീർണിച്ച ശേഷിപ്പുകളെ മുഴുവൻ അത് പൊഴിച്ചു കളയുക എന്നുള്ള ഒരു പ്രോസസ് അറിഞ്ഞോ അറിയാതെയോ അതിൽ ചെറുതായെങ്കിലും നടന്നു എന്നുള്ളതാണ്. മുഴുവൻ പൊഴിച്ചു കളയുക എന്നുള്ളത് അസാധ്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ അധികാരത്തിലില്ല. നിരന്തരമായിട്ട് ഭരണകൂടത്തിന്റെ അവരുടെ തിരഞ്ഞെടുപ്പിനുള്ള ഫണ്ട് വരെ ഫ്രീസ് ചെയ്യുന്ന തരത്തിൽ സർക്കാർ അവരെ ഞെരുക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ നിരവധി കേസുകളിൽ പെടുത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം റദ്ദാക്കുന്നതിനുള്ള നടപടികൾ എടുക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് പിടിച്ചു നിന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അത് അതിന്റെ പതിവ് നാടകങ്ങളിൽ നിന്നും, പതിവ് ഇന്ത്യയിലെ ധനിക വർഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നും പതുക്കെ മാറുകയും അത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും പറയുകയും ചെയ്യാൻ തുടങ്ങി എന്നുള്ളിടത്താണ്. അതിന്റെ വർഗരാഷ്ട്രീയം മാറിയെന്നോ അത് ഇനി മുതൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള വ്യാമോഹമൊന്നും നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഉദാര ജനാധിപത്യ കക്ഷികൾ, ലിബറൽ ഡെമോക്രാറ്റിക് ഫോഴ്സസിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. അവര് അതിന്റെ ക്ലാസ് പൊളിറ്റിക്സ് ആണ് അവർ കൈകാര്യം ചെയ്യുക. പക്ഷെ അപ്പോൾ പോലും ഫാഷിസം പോലുള്ള സമഗ്രാധിപത്യ പ്രവണതകൾ പ്രകടിപ്പിക്കപ്പെടുകയും ജനാധിപത്യത്തിന്റെ ഒരു തരത്തിലുള്ള ബഫർ സോണുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ഫാഷിസ്റ്റ് കക്ഷികളോടൊപ്പം നിൽക്കാനാവില്ല. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ തൊഴിലാളി വർഗമടക്കമുള്ള മറ്റ് പാർട്ടികളടക്കമുള്ള ഒരു ഐക്യമുന്നണി രൂപപ്പെടുകയും അതിന്റെ ഒപ്പം അവർ നിൽക്കാൻ തയ്യാറാവുകയും ചെയ്താൽ അത് പുരോഗമനപരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ പുരോഗമനപരമായ ഒരു ചുവടുവെപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മറ്റൊന്ന്, അതിപ്പോഴും ഉണ്ടായത്, അത് വളരെ വൈകിയാണ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പോലെ വളരെ കുറച്ച് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരുന്നെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് തയ്യാറായിരുന്നു എങ്കിൽ മോദി പരാജയപ്പെടുക പോലും ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയെ നിരന്തരമായി പപ്പു, ഷെഹ്സാദ, അതുപോലെ തന്നെ വളരെ ദുർബലനായ ഒരു നേതാവ്, വളരെ ശക്തിമാനായ സർവാധികാരിയായിട്ടുള്ള ലോകത്തെ മുഴുവൻ സ്വന്തം കയ്യിലെടുത്ത് ആടാൻ കഴിയുന്ന ഉദ്ധൃതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ട് മോദിയെ അവതരിപ്പിക്കുമ്പോൾ വളരെ ദുർബലനായ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും അയാള് റിലക്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെന്നും അയാളെ കൊണ്ട് ഇതിലൊന്നും കഴിയില്ലെന്നും പറഞ്ഞ് നിരന്തരം അധിക്ഷേപിക്കപ്പെട്ടിരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതൃത്വത്തിലോ ഇന്ത്യയുടെ നേതൃത്വത്തിലോ വരുന്നത് അതിന്റെ വഴികളെ കുറിച്ച് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാരണം ഈ പറഞ്ഞ പോലെ അതെല്ലാം ഒരു ഫ്യൂഡൽ റെലിക് പോലെയുള്ള പരിപാടികളിലൂടെയാണ് ഇതൊക്കെ എത്തുന്നത്. അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയാണ്. DMK ആയാലും ശിരോമണി അകാലിദൾ ആയാലും സമാജ്വാദി പാർട്ടി ആയാലും എല്ലാം അങ്ങനെയാണ്. മക്കളില്ലാത്ത മമതാ ബാനർജി ആണെങ്കിൽ അവരുടെ ബന്ധുവായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ്
അവരുടെ അനന്തരാവകാശമായിട്ട് കൊണ്ടുവരാമോ? ഇത്തരത്തിലാണ് ഈ നമ്മളിപ്പോഴും വളരെ ജനാധിപത്യം എന്നൊന്നും പൂർണ്ണമായി പറയാൻ പറ്റാത്ത അതിലേക്കുള്ള ഒരു ഇൻഫന്റൈൽ സ്റ്റേജിലാണെന്നേ പറയാൻ കഴിയൂ. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ ഉള്ളതിനെയാണ് നമുക്ക് സംവദിക്കാനും ആ വ്യവഹാരങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് പുതിയ നല്ലതുണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ ആഗ്രഹ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കാമെന്ന് കരുതി വാനപ്രസ്ഥത്തിൽ ഇരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഇടപെട്ടേ മതിയാവും. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്നും ഇന്ത്യ ഒട്ടാകെ യാത്ര നടത്തുകയും ഭാരത് ജോഡോ യാത്ര പോലൊരു യാത്ര നടത്തുകയും വലിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊന്നും അതിൽ ഉയർത്തിയില്ലെങ്കിലും മനുഷ്യർക്കൊപ്പമുള്ള ഒരു പാർട്ടിയാണ്, ഒരു നേതാവാണ് താനെന്ന് തോന്നിപ്പിക്കുകയും അതിനുശേഷം വളരെ കൃത്യമായി BJPയെ മുഖാമുഖം നേരിടുകയും ചെയ്ത ഒരാളായി രാഹുൽ ഗാന്ധി മാറി. ഈ രാഷ്ട്രീയ വിജയത്തോടുകൂടി ഇപ്പോൾ മോദിയുടെ പരാജയം എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമേജിന്റെയും അയാളുടെ രാഷ്ട്രീയ സംഘടനാ ശേഷിയുടെയും അവരുടെ ശക്തിയുടെയും ഒക്കെ ബലത്തിൽ നോക്കിയാൽ തോൽവി എന്ന് വിളിക്കാവുന്ന 303-ൽ നിന്ന് 240-ലേക്ക് എത്തിയ തോൽവിയുടെയും പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മൊത്തത്തിൽ ഇന്ത്യയിൽ ഒട്ടാകെ BJPക്കെതിരെ വളരെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുകയും അത് സാമാന്യമായ ഒരു വിജയം നേടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. അത്തരത്തിൽ BJPക്ക് നഷ്ടമായത് ഇനി രാഹുൽ ഗാന്ധിയെ എന്തെങ്കിലും പറഞ്ഞ് എന്റെ രാഷ്ട്രീയ ശേഷിയെ അപഹസിച്ചുകൊണ്ട് നേരിടുക എന്നുള്ള പരിപാടി മൊത്തത്തിൽ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. ഇനി അത് നടക്കില്ല. ഇതുപോലെ BJPക്ക് നഷ്ടപ്പെട്ട കൂടുതൽ വിശാലമായ രാഷ്ട്രീയ അജണ്ടകളാണ് രാമക്ഷേത്രം, കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത്, ഇതെല്ലാം. ഇതൊന്നും ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉപയോഗിക്കാൻ BJPക്ക് കഴിയില്ല. അതിന്റെ ആഘാതം BJPയെ സംബന്ധിച്ച് എത്ര വലുതാണ് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ RSSന്റെയും ജനസംഘിന്റെയും ഒക്കെ ചരിത്രം നോക്കിയാൽ മതി. എത്രയോ കാലമായിട്ട് രാമക്ഷേത്രവും കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കലുമൊക്കെയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് BJPയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കേവലമായി 63 സീറ്റ് തോറ്റത് മാത്രമല്ല, അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ 10 വർഷമായി പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് നേടിയെടുക്കാൻ, കടന്നു ചെല്ലാൻ, ഉറപ്പിച്ചെടുക്കാൻ അവർ ശ്രമിച്ച പല മേഖലകളിൽ നിന്നും അവർ പതുക്കെ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ തള്ളി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളിലേക്ക് ആ ശ്രമങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയോ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷകളും സാധ്യതകളും. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യ സാധ്യതകളെ വീണ്ടും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്നലെ വരെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്ത മനുഷ്യർ, വലിയ വിഭാഗം മനുഷ്യർ ഇത്തവണ ജനാധിപത്യ മതേതര കക്ഷികൾക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതും അവർ അതിന് സന്നദ്ധരാവുകയും ആ രാഷ്ട്രീയത്തെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ബഹുസ്വര ജനാധിപത്യത്തിന്, മതേതര ജനാധിപത്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിച്ചത്, മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അതിന്റെ അവസാനത്തിലേക്ക് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവസാനിച്ചു കഴിഞ്ഞു. അതിന് ഇനി മോദിയെ വെച്ച്, മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം ഇപ്പോൾ നമുക്ക് എവിടെയും കേൾക്കാൻ പറ്റില്ല. മോദിക്ക് കീഴിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാടകത്തിന്റെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയിൽ ഇനി പുതിയ സംഭാഷണങ്ങൾ എന്ത് കണ്ടെത്തും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ, ഒരു ആശയക്കുഴപ്പത്തിൽ BJPക്കാർ പ്രസംഗിക്കുമ്പോഴൊക്കെ അതൊക്കെ പറയുമെങ്കിൽ പോലും അവർക്ക് തന്നെ അറിയാം, ഈ മോദിയെ വെച്ച് മോദിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതിന്റെ പേരിൽ ഇന്ത്യ ഒട്ടാകെ ഒരു പ്രചരണ മാമാങ്കം അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് പുതിയ ഒരു ബിംബത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർവശക്തനായ, തോൽക്കാത്ത, ഇൻഫാലിബിൾ ആയിട്ടുള്ള, അപ്രമാദിയായിട്ടുള്ള, തെറ്റാവരമുള്ള ഒരാളായിട്ടാണ് മോദിയെ അവർ അവതരിപ്പിച്ചത്. പക്ഷേ അയാൾക്ക് സംഭവിച്ച, അയാൾ നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിലേറെ എനിക്ക് തരൂ എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സീറ്റിൽ നിന്ന് 63 സീറ്റ് കുറച്ചാണ് ജനം കൊടുത്തതെന്ന് പറയുമ്പോൾ അയാളുടെ ആ 10 വർഷത്തെ രാഷ്ട്രീയത്തിന്റെ ആ അദൃശ്യത അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ അതിന്റെ ഫാഷിസ്റ്റ് രാഷ്ട്രീയ പ്രയോഗത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ആയുധമാണ് മോദി. മോദി കടന്നു വരുമ്പോൾ വെറുതെ ഒരു മോദി വരിക മാത്രമല്ല ചെയ്യുന്നത്, ഒരു നേതാവ് വരിക മാത്രമല്ല ചെയ്യുന്നത്. മോദി വരുമ്പോൾ അയാൾക്കൊപ്പം ഗുജറാത്ത് വരുന്നു, ഗുജറാത്ത് കലാപം വരുന്നു, കലാപത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ രക്തവും വേദനയും വിലാപങ്ങളും നിലവിളികളും വരുന്നു. ആ നിലവിളികളെയും വേദനകളെയും രക്തത്തെയും അവിടെ ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് മോദി സ്വാഭിമാനം അത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഹിന്ദുക്കളുടെ
ചക്രവർത്തിയും ഹിന്ദുക്കൾ കാലങ്ങളായി നൂറ്റാണ്ടുകളായി നേരിട്ട അപമാനത്തിന് പകരം ചോദിച്ച ഹിന്ദുക്കളുടെ ചക്രവർത്തി തന്റെ ഉടവാളിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ രക്തം പുരണ്ട് അതും വീശിയാണ് ഡൽഹിയിലേക്ക് എത്തിയത്. അത്തരത്തിലൊരാൾ ഡൽഹിയിലേക്ക് എത്തുകയും അത്തരത്തിലൊരാൾ ഇന്ദ്രപ്രസ്ഥം കീഴടക്കുകയും അവിടെ പുതിയ ചെങ്കോലായി പുതിയ കോട്ടയിലേക്ക് പുതിയ പാർലമെന്റിലേക്ക് മാറുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള എല്ലാ പ്രതീകാത്മകതകളോടും കൂടി അവർ ഹിന്ദു സാമ്രാജ്യത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിന്റെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നതിന്റെ എല്ലാ നാടകങ്ങളും നടത്തി വെച്ചിരുന്ന ഒരാളാണ് കേവലം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് 2 തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും 3ാമത്തെ തെരഞ്ഞെടുപ്പായപ്പോൾ സീറ്റൊക്കെ കുറഞ്ഞ് തോൽക്കുകയും ഘടകകക്ഷികളോട് എന്നെ പിന്തുണയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കേവലം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായി മാറുന്നത്. ഈ വീഴ്ച ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് കുഴപ്പമില്ല, പക്ഷെ മോദിയെയും സംഘപരിവാറിനെയും സംബന്ധിച്ച് വളരെ വലിയ പ്രശ്നമാണ്. കാരണം അവരുണ്ടാക്കിയ ഫാഷിസ്റ്റ് രാഷ്ട്രീയ സമൂഹത്തിന്റെയും രാഷ്ട്രീയ അധികാരത്തിന്റെയും തലപ്പത്ത് അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുകയും ജയിക്കുകയും അപഹസിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും വിമർശനങ്ങൾക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവിനെ അവർക്ക് സങ്കല്പിക്കാനാവില്ല. അങ്ങനെ ഒരു നേതാവിനെ അല്ല അവർ അവതരിപ്പിച്ചു. വാജ്പേയി വേണമെങ്കിൽ അങ്ങനെ ഒരു നേതാവായിട്ട് അവർ അവതരിപ്പിച്ചു. കാരണം അന്ന് ഈ രാഷ്ട്രീയ ധൈര്യം ഇതിനു വേണ്ട രാഷ്ട്രീയ ധൈര്യം RSSനോ സംഘപരിവാറിനോ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ മോദിയെ അവതരിപ്പിക്കാവുന്ന ഒരു സമൂഹത്തെ പാകപ്പെടുത്തിയെടുത്തതിനു ശേഷമാണ് അവർ മോദിയെ അവതരിപ്പിച്ചത്. മോദി അവതരിച്ചതിന് ശേഷം പിന്നീടുണ്ടായ 10 വർഷം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇനി ഒരിക്കലും ഇറങ്ങാത്ത രീതിയിൽ വിശ്വഗുരു എന്നുള്ള രീതിയിൽ സ്വയം അവതരിക്കുന്നതിനുള്ള മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് നടന്നു പോകുമ്പോഴാണ് മോദിയുടെ തന്നെ ഭൂരിപക്ഷം 4,80,000-ൽ നിന്നും 1,50,000 ചില്ലാനുമായിട്ട് കുറയുന്നത്. അതായത് വാരണാസിയിൽ കഴിഞ്ഞ് ഇത്തവണയും പ്രധാനമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള ഒരാൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെന്ന് 3 ലക്ഷം കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത 3 ലക്ഷം ആളുകൾ നിശ്ചയിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് ഒന്നുകൂടി ഉറക്ക പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷം മാത്രമേ മോദിക്ക് കിട്ടുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഞാൻ പറഞ്ഞത് മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അവസാനിച്ചു. മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അവസാനിക്കുമ്പോൾ അത് ഒരു മോദി അവസാനിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സംഘപരിവാറും ഹിന്ദുത്വ ഫാഷിസ്റ്റുകളും ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയിലെ ഏറ്റവും ഹിംസാത്മകമായ ഒരു ആയുധം അതിന്റെ മൂർച്ച നഷ്ടപ്പെട്ട് ഉറയിലിടുക എന്നുള്ളത് കൂടിയാണ്. അത് ജനാധിപത്യ രാഷ്ട്രീയ ശക്തികളെ സംബന്ധിച്ച് വളരെ വലിയ ഒരു അവസരം കൂടിയാണ്.